അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ് അസ്സമീഅ, എല്ലാം കേൾക്കുന്നവൻ. എല്ലാം കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ലി ജമീഇൽ അസ്വാത്ത്, മുഴുവൻ ശബ്ദങ്ങളും. ശബ്ദമെന്ന അർത്ഥത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അള്ളാഹുവിന്റെ സംഅ് അവിടെ ഒക്കെ എത്തും. ബിഖ്തിലാഫിൽ ലുഗാത്ത്, വ്യത്യസ്തമായ ഭാഷകളിൽ. അലാ തഫന്നുനിൽ ഹാജാത്ത്, പല ഇനങ്ങളിലുള്ള ഏതൊക്കെ കോലത്തിലുള്ള ഹാജത്തുകളാണ്, ആവശ്യങ്ങളാണ് മനുഷ്യനുള്ളത്, അള്ളാന്റെ പടപ്പുകൾക്കുള്ളത്. മനുഷ്യനെന്നല്ല, അള്ളാഹുവിന്റെ മുഴുവൻ പടപ്പുകൾക്കും എന്തൊക്കെയാണ് അവരുടെ ഹാജത്തുകൾ, ഏതൊക്കെയാണ് അവരുടെ ഭാഷ. ഏത് ഭാഷയിലും എത്ര ആവശ്യങ്ങളും എങ്ങനെയൊക്കെ ഒന്നിച്ചു വന്നാലും അത് മുഴുവനും ഒറ്റ നിമിഷത്തിൽ കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കുമെന്നുള്ളതാണ് അവന്റെ സംഅിന്റെ പ്രത്യേകത. മനുഷ്യന്മാരെല്ലാവരും കൂടി ഓരോ സമയത്തും ഒരേ സമയത്ത് മനുഷ്യര് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷകൾ എത്രയാണ്, അവർ ആ ഭാഷകളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ എത്രയാണ്. ഈ ഒരു നിമിഷത്തിൽ ലോകത്ത് എത്ര ആവശ്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയരുന്നത്. അത് എത്രയൊക്കെ ഭാഷകളിലാണ്, ഏതൊക്കെ രൂപത്തിലാണ്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവന്റെ സമീഅ എന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത. വഹുവ സമീഅ. ഒരു 4 ആള് കൂടിയിട്ട് ഒന്നാണ് സംസാരിച്ചാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അതിലേതാ മനസ്സിലാകുക? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഹുൽ മസലുൽ അഅല, ലോകത്തെ എങ്ങനെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക്. അത് മനുഷ്യന്മാര്, മൃഗങ്ങള്, ജന്തുവകകള്, നമ്മൾ അറിയുന്നതും അറിയാത്തതും ഒക്കെ അള്ളാഹുവിലേക്കാണ് അവരുടെ ആവശ്യങ്ങൾ പറയുന്നത്. അത് ഓരോരുത്തരുടെയും ഭാഷ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കി, വേർതിരിച്ച് അവർക്ക് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വേർതിരിച്ച് നൽകുന്നു. വഹുവ സമീഅ, അവനാണ് സമീഅ. എല്ലാം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. അൽ ബസീർ, ബസീറാണ് റബ്ബ്. അല്ലദീ യബ്സുറു